ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ അതിൻ്റെ 10-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയതായ പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥന സഹകരണത്തിനായിട്ടുള്ള നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഇന്ന് 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മുടെ ഈ സെക്ഷൻ്റെ ചിന്ത ആരംഭിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ നമ്മൾ ഈ 10-ാം അധ്യായം മുതൽ നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ ഇസ്രായേലിന് സംഭവിച്ചതായ പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ദൃഷ്ടാന്തമായി പറഞ്ഞുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ളതായ ഒരു മുന്നറിയിപ്പ് നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, തിരുവത്താഴ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അത് എപ്രകാരം അതിൽ പങ്കെടുക്കണമെന്നുള്ള വ്യക്തമായ ഒരു ഗൈഡൻസ് നമുക്ക് 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 12-ാം അധ്യായം 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കൃപാവരങ്ങളുടെ കൈകാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു നല്ല വിവരണം ലഭിക്കുന്നുണ്ട്. 13-ാം അധ്യായം ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു വരമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തെ അവിടെ വിവരിക്കുന്നതായി കാണാൻ കഴിയുന്നു. 15-ാം അധ്യായം പഠിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഒരു വിശുദ്ധന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, അവനിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളതായ ഒരുപാട് കാര്യങ്ങൾ 15-ാം അധ്യായത്തിൽ നമുക്ക് വിവരിക്കുന്നുണ്ട്. 16-ാം അധ്യായം വന്ദനത്തിനായിട്ട് ആണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിലും അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് ആണ് പിന്നെ അടുത്ത 2 വാക്യം കൊണ്ട് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നാം മറന്നു പോകരുതാത്തതും അനുദിനവും പാലിക്കേണ്ടതുമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം നൽകുന്നതാണ് തുടർന്ന് അങ്ങോട്ടുള്ളതായ ഓരോ അധ്യായങ്ങളും. അതിൽ 10-ാം അധ്യായം നമ്മൾ പഠിച്ചെങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് പാളിച്ചകൾ സംഭവിച്ചു പോയപ്പോൾ അവർക്കുണ്ടായ ശിക്ഷാവധിയെ പറഞ്ഞുകൊണ്ട് നാം അപ്രകാരമുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടരുതെന്നുള്ളതായ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശമാണ് നമുക്ക് ഈ 10-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ ഈ ജനമെല്ലാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴൊക്കെ ദൈവത്തിന് അവരോടുള്ള പരിപാലനവും സ്നേഹവും എല്ലാം ഒരുപോലെയായിരുന്നു. അവര് മേഘത്തിൻ കീഴെയായിരുന്നു, സമുദ്രത്തിലൂടെ കടന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു കാണുന്നത്. എന്നിട്ടും പറയുന്നത് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതാണ്. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു നിങ്ങൾ അറിയാതിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരേ സഭയിലായിരുന്നവർ, ഒരേ പ്രസ്ഥാനത്തിലായിരുന്നവർ,
ഒരേ സമൂഹത്തിലായിരുന്നവർ, ഒരുപോലെ പ്രാർത്ഥിച്ചവർ, ഒരുമിച്ച് ആരാധിച്ചിരുന്നവരൊക്കെ അവര് നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞാൽ ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചവരാണ്, ഒരേ പാത്രത്തിൽ നിന്ന് ഒരു ഒപ്പം കഴിച്ചവരാണ്. എല്ലാ നിലകളിലും ഒരുപോലെ കൂട്ടായ്മ ആചരിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ ചിലർക്ക് ദൈവപ്രസാദം ലഭിച്ചില്ല. നമുക്കതിനെ പരിശോധിക്കുന്ന കാര്യം, ഞാൻ ഈ നില തുടർന്നു പോയാൽ ദൈവം എന്നിൽ പ്രസാദിക്കുമോ, ദൈവിക അനുഗ്രഹം എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ, അത് ഞാൻ കൈവിടപ്പെട്ടു പോകുമോ എന്ന് ശാന്തമായി ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളെ കാണുവാനായിട്ട് നമുക്ക് ഈ പാഠത്തെ ഉപയോഗപ്പെടുത്താം. ഇസ്രായേൽ മക്കളിൽ എല്ലാവരും കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്, ചെങ്കടലിലൂടെ കടന്നവരാണ്, അവർ മോശയാൽ നയിക്കപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ പല നിലകളിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ മരുഭൂമി പ്രയാണത്തിലെല്ലാം കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ എന്നിട്ടും അവർ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാൻ കഴിയാതെ കണ്ട് അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനിടയായിത്തീർന്നു. കാരണം അതുകൊണ്ട് അവർ ദൈവപ്രസാദം നഷ്ടപ്പെട്ടു. നാം പാടുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ആരാധിക്കുന്നുണ്ടായിരിക്കാം, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ദൈവപ്രസാദം ലഭിക്കുന്ന രീതിയിൽ നമുക്കായിത്തീരുവാൻ കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിച്ച് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടും സമർപ്പണത്തോടും മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ. 7-ാം വാക്യം പഠിക്കുമ്പോൾ 6-ാം വാക്യം പഠിക്കുമ്പോൾ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കണം തന്നെ. എന്തുകൊണ്ടാണ് അവർക്ക് ദൈവപ്രസാദം നഷ്ടപ്പെട്ടു പോയത്, വാഗ്ദത്തത്തിലെത്തുവാൻ കഴിയാതിരുന്നത്, അവർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നഷ്ടപ്പെടുവാൻ കാരണമെന്ത്, അവർ അവകാശമാക്കേണ്ടതിനെ പോലെ നഷ്ടപ്പെടുവാൻ കാരണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം നൽകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നിത്യത അവകാശമായി തന്നിരിക്കുകയാണ്, വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീഴ്ച കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ ഹൃദയകാഠിന്യം കൊണ്ട് അതാർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. 7-ാം വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ജനത്തിൻ്റെ ഒരു വലിയ വിഷയം എന്താണ്? ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഭക്ഷിപ്പാനില്ലായിരുന്നു, അവൻ വളരെ സങ്കടത്തിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു. പക്ഷെ ഇന്നത്തെ ജനത്തിൻ്റെ സ്ത്രീകൾക്ക് മാറി. പഴയ കാലത്തുള്ള ദാരിദ്ര്യങ്ങളിൽ നമ്മുടെ മധ്യയിലില്ല. ഇതാ സംഭവിച്ചത്, നമ്മളിപ്പോൾ സമൃദ്ധി അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് ഓടുവാൻ തുടങ്ങി എന്നുള്ളതാണ് കാര്യം. ഒരു കാലത്ത് ദൈവത്തെ വിളിച്ചിരുന്നു, കണ്ണീരിലൂടെ പ്രാർത്ഥിച്ച ഉപയോഗിച്ച അനേക തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാനിടയായിത്തീർന്നു. 1ഉം 2ഉം തലമുറയ്ക്ക് മുമ്പുള്ളതായ പിതാക്കന്മാർ വിശ്വാസത്തിനുവേണ്ടി ഏറെ കഷ്ടപ്പെടുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവർ നിന്ന് സഹിക്കുകയും പരിഹാസം ഏൽക്കുകയൊക്കെ ചെയ്ത് അവർ അറിഞ്ഞ സത്യത്തിൽ നിലകൊള്ളുവാൻ ഇടയായിത്തീർന്നതിന് ഫലമായിട്ട് അവരുടെ സന്തതി പരമ്പരകളെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. അന്നത്തെ ദാരിദ്ര്യത്തിനും നിന്ദയ്ക്കും പകരമായി മാന്യതയും അനുഗ്രഹങ്ങളും ഉയർച്ചയും ലഭ്യമായപ്പോൾ അത് ലഭിച്ച ദൈവത്തെ, നൽകിയ ദൈവത്തെ മറന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതത്തിലേക്ക് തലമുറകൾ വഴിമാറുവാനിടയായിത്തീർന്നു. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അപ്പോൾ ആ ജനത്തിന് ദുർമോഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നടത്തി വന്നതായ ദൈവത്തെ വിട്ടുതിരിഞ്ഞുകൊണ്ട് അവർ മറ്റു ദൈവങ്ങളിലേക്ക് മാറിപ്പോകുന്ന നിലകളിലേക്ക് അവരുടെ ജീവിതം വരുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് ഉപദേശം പറയുകയാണ്, നിങ്ങൾ അപ്രകാരമായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ കൂടുതലായിട്ട് ഏതിനാണോ നാം പ്രാധാന്യം നൽകുന്നത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം ഏതിൻ്റെ പുറകെ പായുന്നുവോ നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിഗ്രഹങ്ങളായി സംഭവങ്ങൾ മാറുന്നതുകൊണ്ട് അപ്രകാരം ഒരിക്കലും സംഭവിക്കരുത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പാഠത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അടുത്ത കാര്യം എന്തായിരുന്നു? ദുർമോഹമുണ്ടായിരുന്നു, വിഗ്രഹാരാധനയോടായിരുന്നു. അടുത്ത പരസംഗമാണ്. പ്രിയപ്പെട്ടവരെ, അരുതാത്ത വഴിയിലേക്ക് തിരിയാതിരിപ്പാളതായ ഒരു വലിയ മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിവിടെ നൽകുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നേർവഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ. ലക്ഷ്യം തെറ്റി പോകുന്നതെല്ലാം പാപമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ദൈവം നമ്മെ എവിടെ എത്തിച്ചേരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ, നമ്മൾ എന്ത് പ്രാപിക്കുവാൻ ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അത് പ്രാപിക്കത്തക്ക രീതിയിൽ, ബിരുദ പ്രാപിക്കത്തക്ക രീതിയിൽ ഓടുവാനായി നമ്മെ കർത്താവ് സഹായിക്കട്ടെ. 9-ാം അധ്യായത്തില് ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടണമെന്ന് പരിശുദ്ധാത്മാവ് പൂരിപ്പിച്ചതിന് ശേഷമായിട്ട് 10-ാം അധ്യായത്തിൽ പറയുകയാണ് എന്തുകൊണ്ടാണ് കനാൻ ദേശം വാഗ്ദത്തമായി ലഭിച്ച ആളുകൾക്ക് ലഭിക്കാതിരുന്നത്, അവരെങ്ങനെ ലക്ഷ്യം തെറ്റിപ്പോയത്, അത് അവർക്കുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണ് 10-ാം അധ്യായത്തിലൂടെ. നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നതുകൊണ്ട് നാം വിരുദ്ധ തെറ്റിച്ച് ലക്ഷ്യം തെറ്റി പാവം സംഭവിച്ച് നമുക്കൊരുക്കിയതായ നന്മകളും അനുഗ്രഹങ്ങളും സർവോപരി ആത്മരക്ഷയും നിത്യജീവനൊന്നും കരസ്ഥമാക്കാതെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് വരാതിരിക്കാനായിട്ട് നമ്മെ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കും. ചിലരുണ്ട് കർത്താവിനെ പരീക്ഷിക്കുന്ന ആളുകളുണ്ട്. കർത്താവിനെ വിശ്വസിക്കാം, നമുക്ക് അവനെ ആശ്രയിക്കാം, എന്നാൽ പരീക്ഷിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. മറ്റു ചിലരെന്തേ പിറുവിറുക്കുകയാണ്. ചിലർ പിറുവിറുത്തു സംഹാരിയാൽ നശിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾ പിറുവിറുക്കരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, കർത്താവിനെതിരെ പിറുവിറുക്കരുത്. ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇസ്രായേൽ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊരു മുന്നറിയിപ്പായി പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? നാം അനുസരിക്കേണ്ട കാര്യങ്ങളെ അനുസരിക്കുവാനായിട്ട്, അംഗീകരിക്കേണ്ട കാര്യങ്ങളെ അംഗീകരിക്കാനായിട്ട്, തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തുവാൻ, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാൻ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യത നഷ്ടമാക്കരുത്. കർത്താവ് നമുക്ക് ഒരുക്കുന്നതായ ആ നിത്യത നമ്മൾ ഒരിക്കലും നഷ്ടമാക്കുവാൻ ഇടവരുത്തരുത്. നമ്മുടെ ഹൃദയകാഠിന്യം കൊണ്ടോ നമ്മുടെ അനുസരണക്കേട് കൊണ്ടോ ഒന്നും അത് നഷ്ടമായി പോകരുത് എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. അടുത്ത കാര്യം പറഞ്ഞത്, ആകയാൽ താൻ നിൽക്കുന്നു തോന്നുവൻ വിഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അനേക ഭക്തന്മാർ പട്ടുപോയതായ ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മേക്കാൾ വിശുദ്ധന്മാർ, നമ്മേക്കാൾ പ്രാർത്ഥനാപരന്മാർ, നമ്മേക്കാൾ സമർപ്പണമുള്ളവർ, കർത്തവ്യ ഉത്സാഹമുള്ളവരൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈ പാത വിട്ടു മാറിപ്പോയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് വരെ നിന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് വരെ നിന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് നാളുകളിൽ വീഴാതെ നമ്മെ സൂക്ഷിക്കുക എന്നുള്ളത്. നാം ഇന്ന് വരെ നിന്നതിൽ നമുക്ക് അഭിമാനിക്കാമാണെങ്കിലേ, പക്ഷെ മറിച്ച് എന്ന് വെച്ചാൽ നാം ഇന്ന് വരെ ആയത് കൃപയാലാണ്. നമുക്ക് എപ്പോഴും ബോധ്യം വേണം. അടുത്ത കാര്യം എന്താണ്? കൃപയിലാദ്യം നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം വീഴാതിരിപ്പാനായി സൂക്ഷിക്കാനാണ്. അനുദിനവും നമ്മെ വീഴ്ത്തിക്കളയുവാൻ, നമ്മുടെ വിരുദ്ധ തെറ്റിക്കുവാൻ, ലക്ഷ്യം തെറ്റിക്കുവാൻ പിശാച് അവനെ മുഴുവനത്തോടെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അവൻ്റെ കെണിയിൽ അകപ്പെടാതിരിക്കാനായിട്ട് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീഴാതിരിപ്പാനായി സൂക്ഷിച്ചുകൊള്ളണം. അടുത്തത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പൂക്കുവഴിയും നൽകുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിൽ നിന്നൊക്കെ നടുവിൽ നാം നിരാശപ്പെട്ടു പോവുകയും പുറവർക്കുകയും ചെയ്യണം. ഓർക്കുക, നമ്മെ നശിപ്പിച്ച് കളയുവാൻ നമ്മുടെ ദൈവത്തിന് ആഗ്രഹമില്ല, നമ്മെ തകർത്ത് കളയുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് നൽകുകയുമില്ല. അതുപോലെ പരീക്ഷ ഉണ്ടായാലും പരീക്ഷയ്ക്കൊപ്പമായിട്ട് ഒരു പോക്ക് വഴിയും ദൈവം നമുക്ക് ഇവിടെ ഒരുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? രക്ഷാപ്രദങ്ങൾ വായിക്കുന്നുണ്ട്. ജീരകവും മെതിക്കുന്നത് എങ്ങനെയാണ്, കരിജീരകം മെതിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒരിക്കലും മെതിവണ്ടി കയറ്റിയല്ല ജീരകം മെതിക്കുന്നത്. ജീരകം ചതഞ്ഞു പോകാതെ കേടുകൂടാതെ അത് സൂക്ഷിക്കേണ്ടതിനായിട്ട് അതിന് ആവശ്യ നിലകളിൽ വടികൊണ്ട് തല്ലിയാണ് ജീരകം തീർത്തെടുക്കുന്നത്. അത് മെതിവണ്ടി കയറ്റി മെതിക്കുന്ന വസ്തുക്കളുമുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോന്നിനും
അതതിൻ്റെ പ്രാപ്തി മനസ്സിലാക്കി അവർക്ക് സഹിപ്പാൻ കഴിയാത്തതിന് മുകളിൽ ഒരു പരീക്ഷയോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കൊടുക്കാതെ ദൈവം അവരെ സൂക്ഷിക്കുന്നു. ഇനി അഥവാ ഒരു പരീക്ഷ അകപ്പെട്ടാൽ ആ പ്രശ്നങ്ങളോട് ഒരുമിച്ച് ഒരു പോക്കുവഴിയും ദൈവം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കഷ്ടതയുണ്ടായിരിക്കാം, പ്രയാസമുണ്ടായിരിക്കാം, പ്രതികൂലം ഉണ്ടായിരിക്കാം, രോഗവും ദുരിതവും ഉണ്ടായിരിക്കാം. വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ഇതിനപ്പുറമായി ദൈവം എനിക്കൊരു പരിഹാരം ഒരുക്കുന്നുണ്ട്, ഒരു പോക്ക് വഴി ഒരുക്കുന്നുണ്ട്. ഞാൻ തകർന്നു പോവുകയില്ല. പിശാച് കൊണ്ട് പറയും, നിന്റെ തകർച്ചയാണ് ഇവിടെ, നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, നീ ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ പിശാച് പറഞ്ഞു. അല്ല പിശാചേ, എൻ്റെ ദൈവനെ തകർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, നശിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. എൻ്റെ ദൈവം എന്നെ ഏത് വേദനയുടെ കടത്തി വിട്ടാലും അതിൻ്റെ പുറകിലെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ നന്മ മാത്രമാണ്. തിന്മയ്ക്കായിട്ട് ഒന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല. നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന, എനിക്ക് നന്മ വരാൻ മാത്രമാക്കിയത് എൻ്റെ ദൈവം. ഏത് കടലിലെ ശോധനയുടെ കടത്തി വിട്ടാലും അതിൻ്റെ പുറകിൽ ഒരു നന്മയുണ്ട്. വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ സാഹചര്യങ്ങൾക്കുമായിട്ടും എല്ലാ വേദനകൾക്കുമായിട്ടും എല്ലാ പ്രതികൂലത്തിനായിട്ടും നന്ദിയോടും സ്തോത്രം ചെയ്യാൻ കാരണം അതിൻ്റെ അനന്തരഫലം എന്നുള്ളത് ദൈവം നമുക്ക് ഒരുക്കുന്ന നന്മ മാത്രമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാം, അവനിൽ ആശ്രയിക്കാം. നിശ്ചയമായും അവൻ നമുക്കൊരു നന്മ ഒരുക്കുന്നുണ്ട്. അടുത്തത്, അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടുകൊടുവീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. അവിടെ നമ്മൾ വിട്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതായ വ്യക്തമായൊരു ഉപദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് നൽകുകയാണ്. ഒഴിവാക്കുന്നതെല്ലാം ഒഴിവാക്കുവാനുള്ളതായ ഒരു കൃപ നമുക്ക് ദിവസങ്ങൾ പ്രാപിക്കാം. നാം ഈ പാഠം പഠിക്കുന്നതിലൂടെ ദൈവസന്നിധാനത്തിൽ ദൈവപ്രസാദം ലഭിക്കാൻ തടസ്സമായിട്ടുള്ള വീഴ്ചകളെയും താഴ്ചകളെയും പരാജയങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ആ നമ്മുടെ ഭാഗത്തു നിന്നായ വീഴ്ചകളെ ഏറ്റവും കുറഞ്ഞ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തീരുമാനത്തോടെ പുതിയ സമർപ്പണത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ ഒരു സഹായിക്കുമ്പോഴാകട്ടെ. നേരമാക്കി വായിക്കുമ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നിർക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ അംശികൾ ആകുന്നുവല്ലോ. ഇവിടുത്തെ ഗ്രൂപ്പിസത്തെക്കുറിച്ച് തനിക്ക് അറിവിട്ടുകൊണ്ടാണ് താൻ അതിന് മറുപടിയായിട്ട് ലേഖനം എഴുതുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്ന് ആകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു, നമ്മെല്ലാവരും ഒരപ്പത്തിൻ അംശികളാകും. ഇവിടെ നമുക്കറിയാം വേർതിരിവുകളാണ് പലപ്പോഴും, അല്ലേ? എൻ്റെ സഭയല്ല, എൻ്റെ പ്രസ്ഥാനമല്ല, അത് വേറെ ആളുകളാണ്, വേറെ കൂട്ടരാണ്. കർത്താവ് പറയാം, നാം എല്ലാവരും ആ ഒരപ്പത്തിൻ്റെ അവകാശികളാണ്. നമുക്കിവിടെ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്കൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ഒരു വ്യക്തിയുടെ വേദന നമ്മുടെ വേദനയാണ്, ഒരു പ്രശ്നത്തിൻ്റെ ഒരു വ്യക്തിയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. പലപ്പോഴും വേറൊരു നമ്മൾ ഉൾപ്പെട്ട് നിൽക്കാത്ത വേറൊരു ബന്ധുക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ നിന്ന് സംഭവിച്ചാൽ നമ്മൾ പറയും, അത് അവർക്കല്ലേ, അല്ലേ? നമ്മുടെ സഭയിലല്ലെങ്കിൽ പറയും, ആ സഭയ്ക്കല്ലേ. നമ്മുടെ പ്രസ്ഥാനത്തിലെ പറയും, ആ പ്രസ്ഥാനമല്ല. ആ പ്രസ്ഥാനവും ആ സഭയൊക്കെ നമ്മളെല്ലാവരും ഒരപ്പത്തിൻ്റെ അംശികളാണ്. വേർതിരിവുകളെ വിട്ട് നമുക്ക് എല്ലാവരെയും ഒന്നായിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഇവിടെ കക്ഷിത്വവും പറഞ്ഞ് ഗ്രൂപ്പിസവും പറഞ്ഞ് പ്രസ്ഥാനത്തിൻ്റെ മഹിമയും പറഞ്ഞ് തമ്മിലടിച്ച് സമയം കളഞ്ഞ് പിശാചിൻ്റെ ചട്ടുകങ്ങളായി മാറുന്നതൊക്കെ നല്ലതല്ലേ? ഒരു ഐക്യതയിലേക്ക് വരുവാൻ നമുക്ക് ശ്രമിക്കാം. എന്തുകൊണ്ട് നമ്മളിലൊരു ഐക്യത ഉണ്ടാകാത്തത്? ഈ ഗ്രൂപ്പിസമാണ്.
നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾ പലരും പല പ്രസ്ഥാനങ്ങളുള്ളവരാണ് എനിക്കറിയാം. ദൈവസഭ എന്ന് പറയുമ്പോൾ തന്നെ പല പേരുകൾ അറിയപ്പെടുന്ന ദൈവസഭയുടെ അംഗങ്ങളായിരിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്തോ കലാലയങ്ങളോ ദേശങ്ങളിലൊക്കെ പല തരത്തിലുള്ള ദൈവസഭകളുണ്ടായിരിക്കാം, പല പേരിൽ അറിയപ്പെടുന്നതായിരിക്കാം. പക്ഷെ ഓർക്കണം, നമ്മളെല്ലാം ഒന്നാണ്. നമ്മെല്ലാവരും ഒരു അപ്പത്തിൻ്റെ അംശികളാണ്. ക്രിസ്തു എന്ന തലയുടെ ശരീരമാണ് നാം ഓരോരുത്തരും. വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ചെയ്യുന്ന അവയവങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ ഐക്യത്തിൽ മുന്നേറാൻ സഹായിക്കുമാറാകട്ടെ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ഉന്നമന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഭരണാധികാരികളെയൊക്കെ സമീപിക്കുന്ന അവസരമുണ്ടായപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആരാണ് യഥാർത്ഥ പെന്തക്കോസ്ത്? നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് ഇതിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഐക്യത്തിൻ്റെ ആഹ്വാനമായിട്ട് പല മീറ്റിങ്ങുകൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് വിളിച്ചു കൂട്ടാനിടയായി തീർന്നു. അവിടെ സംഭവിച്ചതൊക്കെ വളരെ ദയനീയമായ പരാജയമായിരുന്നു. ഒരേ വിശ്വാസം പറയുന്ന ഒരുപാട് ദൈവസഭകൾ നമ്മുടെ ദേശത്തുണ്ട്. ഉപദേശ പിശക് പറയുന്നവർ നമ്മളോട് സഹകരിച്ചില്ലെങ്കിലും ഉപദേശ ഐക്യമുള്ളവർക്ക് സഹകരിക്കാനുള്ളതായ ഒരു മനോഭാവം നമ്മളെ പലരും കാണാറില്ല. കാരണം നമുക്കുള്ള അധികാരമോഹങ്ങളാണ്. ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ഒരു പ്രസിഡന്റ് അല്ലേ പാടുള്ളൂ, സെക്രട്ടറിയെ പാടുള്ളൂ, ട്രഷററെ പാടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം വേറൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഈ രണ്ട് പ്രസിഡന്റുമാർ വരുമ്പോഴിവിടെ ഒരു പ്രസിഡന്റിനെ സ്ഥാനമുള്ളൂ. അപ്പോൾ ഒരാളെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും. ആ സ്ഥാനം നഷ്ടപ്പെടുവാനുള്ള മടിയാണ് നമ്മൾ പലപ്പോഴും ഐക്യതയ്ക്കൊരു തടസ്സം വന്നിക്കുന്നത്. ഐക്യം വന്നിക്കുന്ന സ്ഥാനത്ത് നമ്മൾ തമ്മിൽ ചിതറി നിൽക്കുകയാണ്, തമ്മിൽ ഭിന്നിച്ചു നിൽക്കുകയാണ്. ഇനിയും നിന്ദാപാത്രമായി തീരാതിരിക്കണമെന്ന് ഇനിയെങ്കിലും ഒരുമിച്ച് നിൽപ്പാനായിട്ട്, ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കായി എഴുന്നേറ്റ് പണിയുവാനായിട്ടുള്ള ഒരു ആഹ്വാനം. നെഹമ്യാവ് വെന്ത് കിടക്കുന്നതായ ആ യെരൂശലേമിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനത്തെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഒരു പണിക്ക് ആഹ്വാനം ചെയ്തതുപോലെ ഈ തലമുറ ചില നെഹമ്യാമാർ എഴുന്നേൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവസഭയുടെ തകർച്ച മനസ്സിലാക്കിക്കൊണ്ട്, അതിനെതിരെ ഉയരുന്നതായ ശബ്ദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെതിരെ പ്രവർത്തന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ പിന്നെയും ചിന്നിച്ചിറി നിന്ന് സ്വയം നശിച്ചു പോകുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഐക്യമായി നിന്നുകൊണ്ട് ഒരുമിച്ച് ദൈവനാമത്തിന് നിലകൊള്ളുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ചില നെഹമ്യാവുമാരും കൂടെ പണിയുവാനായിട്ട് കുറേ ആളുകളും എഴുതേണ്ട കാലഘട്ടം ഇതാണ്. ഇനി നാം നമ്മുടെ സമയങ്ങൾ നഷ്ടമാക്കരുത്. ഐക്യതയ്ക്കുള്ള ആഹ്വാനം നമ്മൾ നേതാക്കന്മാർ നൽകട്ടെ. ഒരു ഐക്യതയ്ക്കുള്ള ആഹ്വാനം നമ്മുടെ അണികൾ ഏറ്റെടുക്കട്ടെ. ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് നാമെല്ലാം ആ ഒരപ്പത്തിൻ്റെ അംശികളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുണ്ടാകുന്ന വേദനയും അവർക്കുണ്ടാകുന്ന പ്രശ്നവും എൻ്റെ വേദനയാണ്, എൻ്റെ പ്രശ്നവും മനസ്സിലാക്കിക്കൊണ്ട് ആ നിലകളിൽ ഉയർന്നു വരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പക്ഷേ ഐക്യതയ്ക്കായി ശ്രമിച്ചവർ ഒരുപാട് പേര് എനിക്കറിയാം, ഒരുപാട് ദിവസന്മാർ എനിക്കറിയാം. സമയങ്ങൾ ചിലവഴിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തുകൾ യാത്ര ചെയ്ത് നേതാക്കന്മാരെ കണ്ട് ഒരുമിക്കാന്ന് പറഞ്ഞപ്പോഴൊക്കെ ആ ആഹ്വാനത്തിന് ജീവ കൊടുക്കാതെ പോയി ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം പറഞ്ഞിട്ട് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. അധികാരമോഹവും ഗ്രൂപ്പീസൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒന്നാകുവാൻ, ഒരുമിച്ച് നിൽക്കുവാൻ, ഒരുമിച്ച് പണിയുവാൻ ഇത് നമ്മെ സഹായിക്കുമ്പോഴായിട്ട് അവിടെ നമുക്ക് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് ഇന്നും കണ്ണതിലൂടെ പ്രാർത്ഥിക്കും. ദൈവസഭകളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെ ഓർത്ത് ഇത് സ്തുതിക്കുകയാണ്. ഇത് കേൾക്കുന്നവരും തമ്മിൽ ചിതറി നശിച്ചു പോകാതെ ഐക്യത്തിൽ നിന്ന് വരും കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. നിങ്ങളും ആ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇവരുടെ പ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവീൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികൾ അല്ലയോ? യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര വലിയ ഉത്തരവാദിത്വമുണ്ട്.
ദിവസയുടെ അവസ്ഥ എന്താണ്? ഒരേ പ്രസ്ഥാനത്തിലുള്ളവർ പോലും പരസ്പരം കണ്ടാൽ മിണ്ടാത്ത നിലകളിലേക്ക് നമ്മളെ പിശാച് നമ്മളെ ഓർത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രസ്ഥാനമൊക്കെ പിന്നെന്തെല്ലാം ഒരേ പ്രസ്ഥാനത്തിൽ ഒരേ സെൻട്രലിൽ വർക്ക് ചെയ്യുന്ന ദേവദാസന്മാർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരേ സഭയിൽ ഒരേ പാനപാത്രത്തിൽ കുടിക്കുകയും ഒരേ അപ്പത്തിൽ നിന്നുള്ള ഭക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും തമ്മിൽ കണ്ടാത്ത നിലകളിലേക്ക് നമ്മളെ പിശാച് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഓർക്കുക, നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുക. മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ. സ്വന്തം സഹോദരനെ, കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ചോദ്യം ഈ തലമുറ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങളിൽ പങ്കെടുത്ത് തിരുവത്താഴ് അനുഭവിച്ച പ്രിയപ്പെട്ടവരെ ശാന്തമായി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഒരപ്പത്തിൻ്റെ അംശയാണ്, ഒരു പാനപാത്രത്തിൻ്റെ അവകാശിയാണ്. എന്നോട് ഭക്ഷിച്ച പാനം ചെയ്ത പ്രിയപ്പെട്ടവർക്ക് കാണുവാൻ, മിണ്ടുവാൻ കഴിയുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് അഭിഷ്ട ചുമന സമയത്ത് അപ്രകാരം ഉള്ളതുറന്നവരെ സ്നേഹിച്ച് ഒരു കൈ കൊടുത്ത് വിശ്വചുമനം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ചിലരൊക്കെ ചടങ്ങിന് വേണ്ടി ചിലർ ആ നേരത്ത് പോലും മാറിപ്പോകുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മനംതിരിവ് ആവശ്യമാണ്, ഒരു ക്രമീകരണം ആവശ്യമാണ്. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വരികയില്ല. പക്ഷേ നമ്മൾ ഐക്യതയെ നഷ്ടപ്പെടുന്നതായ എല്ലാ പ്രവണതകളെയും നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പിശാച് നമ്മിൽ പ്രവർത്തിച്ച് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാനായിട്ട് നമ്മൾ ഇട കൊടുക്കരുത്. ഓർക്കണം, യാഗപീഠത്തിൻ്റെ യാഗങ്ങൾ ഭുജിക്കുന്നവരെല്ലാം യാഗപീഠത്തിൻ്റെ കൂട്ടാളികളാകുന്നു. ഞാൻ പറഞ്ഞത് എന്ത്? വിഗ്രഹാർപ്പിതം ആകുന്നുവെന്നോ വിഗ്രഹം വലുതുമാകുന്നു അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നതെന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിനും ക്രോധം ജ്വലിപ്പിക്കുന്നുവോ അവനേക്കാൾ നാം ബലവാന്മാരോ? പരിശുദ്ധാത്മാവ് ഒരു വേർപാടിനെ കുറിച്ച്, ഒരു വിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായി പറയുക. കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും ഒരുമിച്ച് പാനം ചെയ്യുവാനായിട്ട് നമുക്ക് പ്രമാണമില്ല. വേർപാടിൻ്റെ ആവശ്യഘട്ടങ്ങളിലൊക്കെ വേർപാട് അനുഷ്ഠിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. അത് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കർത്താവിൻ്റെ ക്രോധത്തെ ജ്വലിപ്പിക്കുവാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ അവനേക്കാൾ ബലവാന്മാരല്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കള് പട്ടുപോയത്? അവർ ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുകയായിരുന്നു. പല നിലകളിൽ അവരോട് മടങ്ങി വരുവാനുള്ള അവസരം കൊടുത്തിട്ടും അവരനുസരിക്കാതെ അവരൊരു കാലഘട്ടത്തിൽ കുഞ്ഞാണ്ടക്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. അവരെ സമുദ്രത്തിലൂടെ കടന്നവരാണ്, മോശയോട് ചേർന്നവരാണ്. ഇതെല്ലാം വാസ്തവം. മരുഭൂമിയിൽ അവർ അത്ഭുതങ്ങൾ കണ്ടവരാണ്, മഞ്ഞ ഭക്ഷിച്ചവരാണ്, അല്ലേ, മേഘത്തിന് കീഴിലായിരുന്നവരാണ്, അഗ്നിസ്തംഭത്തെ കാലം അവർ നയിക്കപ്പെട്ടവർ. ഇതെല്ലാം വാസ്തവമായിരുന്നിട്ട് പോലും അവർ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രങ്ങളായി അവർ മിക്കപേരിലും ദൈവം പ്രസാദിക്കാതെ വാഗ്ദേശം കൈവശമാക്കാൻ കഴിയുന്നത് നഷ്ടപ്പെടുന്നിടയായി തീർന്നെങ്കിൽ ഇവിടെ നമുക്കൊരു വലിയ ഉത്തരവാദിത്തം. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മൾ യാതൊരു കാരണവശാലും ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നവരായിത്തീരരുത്. നമ്മുടെ ക്രിസ്തുവിധത്തിൽ ഇത് പരിശോധിക്കാം. നമുക്ക് ഏതെങ്കിലും നിലകളിലൊക്കെ ഞാൻ ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുന്ന വ്യക്തിയാണോ അതോ ദൈവപ്രസാദം ലഭിക്കുന്ന രീതിയിൽ ഓടുവാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ ആരും നോക്കുവാനല്ല, അവരെ നോക്കിയിട്ട് നമുക്ക് അവരങ്ങനെ ഇവരിങ്ങനെ പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ എപ്രകാരമായിരിക്കുന്നത് ശാന്തമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറ്റിയ വീഴ്ചകളെ, നമുക്ക് പറ്റിയ പരാജയങ്ങളെ, നമുക്കുണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും നിലകളിലൊക്കെ ഒരു ക്രമീകരണമൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ അതെല്ലാം കണ്ടുപിടിപ്പാനായിട്ട് ഏറ്റുപറയാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ക്രമീകരണത്തോട് കൂടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോപത്തിന് പാത്രം തീരാതെ ദൈവപ്രസാദം ലഭിച്ചവരെ ജീവിപ്പാനായിട്ട്
കർത്താവ് നമ്മെ സഹായിപ്പാനായിട്ട് നമ്മെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മെ കാണുവാനും ഇവിടെ കുറവുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. നമുക്ക് ദൈവം സമർപ്പിച്ച് കർത്താവെ ദൈവപ്രസാദം ലഭിക്കുന്ന രീതിയിലായി തിരുവാനായിട്ട് നിന്നെ സഹായിക്കണമേ. നിന്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നതിനായിട്ടല്ല, എന്നിൽ നിന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലായി തിരുവാനായിട്ട് കൃപ വർദ്ധിപ്പിക്കാനാണ് കർത്താവ് സഹായിക്കണമെന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവ് തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ച കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് ജീവിപ്പാനായിട്ട് ദൈവപ്രസാദം ലഭിക്കുന്നതിനെ ജീവിപ്പാൻ കൃപ കുമറാണമേ. ഐക്യതയ്ക്കായിട്ട് ഉത്സാഹിപ്പാൻ കൃപ കുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കോപത്തെ ജ്വലിപ്പിക്കുന്നവരായിട്ടല്ല, അങ്ങോട്ട് ചേർന്നതുകൊണ്ട് എനിക്ക് പ്രസാദങ്ങൾ ചെയ്തുകൊണ്ട് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഒരു നിത്യത്തിൽ പ്രവേശിപ്പാനായിട്ട് നിങ്ങൾ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെല്ലാം പരിമേൽപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മാനസികമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിപ്പാൻ സതീമ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്ന വിലറുപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാം തന്നെ. ആമേൻ. ക്ഷമയോടെ സന്ദർശനത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴേ കർത്താവിനെ പോലെ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിന്റെ വിസ്താരം ചിറടികൾ നമ്മൾ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഞാനൊരു അത്യാഗ്രഹിക്കുകയാണ്. കൂടുതൽ പേരിലേക്ക് ദൈവം എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാനൊരു അത്യാഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പിന്നെയും അപേക്ഷിക്കുന്നത് നിങ്ങൾ ഷെയർ ചെയ്യണം. കഴിയുന്ന നിലകളിലൊക്കെ ഈ വചനം മറ്റുള്ളവരുടെ അടുക്ക് എത്തണം. നമുക്കിത് അനുഗ്രഹമാകുന്ന പോലെ അവരും അനുഗ്രഹമാകണം. ചിലരെങ്കിലും വിലക്ക് സമർപ്പിക്കപ്പെടണം. കത്തുന്ന തീയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വലിച്ച് എടുത്ത് രക്ഷിപ്പാൻ ഇതിനെ സഹായിക്കട്ടെ. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നൽകിയിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.